ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ല ഇതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നത്. കസ്റ്റാർഡും ബിസ്ക്കറ്റും ചോക്ലേറ്റെല്ലാം വെച്ച് ഉണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാട്ടോ. ഫസ്റ്റ് പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ അരക്കപ്പളവിൽ പാലെടുത്തിനെ. ഈ പാല് ചൂടാക്കി എടുത്തിട്ടൊന്നുമില്ല. ഇതിലേക്കുണ്ടല്ല 5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതുണ്ടല്ല പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള പാലെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ പാലിതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാലിപ്പോൾ ഏകദേശം 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിന്. ഇതിലേക്കുണ്ടല്ല അരക്കപ്പളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പഞ്ചസാരയും മിൽക്ക് മെയ്ഡെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പം ഫ്ലെയിം ഓണാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. കാര്യം ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ ഈ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാല് കരിഞ്ഞവും അടിക്ക് പിടിച്ചവും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സിങ്ങില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി എടുത്തതാണ്. പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അങ്ങനെ ഇതാ കസ്റ്റേർഡ് ഇതാ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം തിക്കായി വന്നാൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കുക. പഞ്ചസാര ആക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ മാത്രം ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. പിന്നെ പുഡിങ്ങിലെല്ലാം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലാണ് പുഡിങ്ങിന് അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അത് ഈ പുഡിങ്ങിന് മാത്രമല്ല എല്ലാ പുഡിങ്ങിനും അങ്ങനെ തന്നെയാണ്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ എക്സ്ട്രാ ഒരു ടേസ്റ്റ് എന്നും കൂടി തന്നെയാണ് കേട്ടോ. അങ്ങനെ അതവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതുണ്ടല്ല ബിസ്ക്കറ്റിൻ്റെ ലെയർ ഒന്ന് ആക്കിയെടുക്കണം. ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റാണ്. ഇതിപ്പം മാരിഗോൾഡിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റില്ലേ അതാണ് എടുത്തിന്. അതൊന്ന് പാല് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ലെയർ ഇങ്ങനെയാണ് കേട്ടോ ആക്കുന്നത്. പാല് ചൂടാക്കിയെടുത്ത പാലൊന്നല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചൂസ് ആക്കാം കേട്ടോ. ഞാനിപ്പം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പം ഈ ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് എടുത്തിന്. അങ്ങനെ ഫസ്റ്റ് ലെയർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു അരക്കപ്പളവിൽ ചോക്ലേറ്റ് എടുത്തിട്ട് എടുത്ത് വെച്ചിന്. ഇതിലേക്ക് ഒരു 1/4 കപ്പളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താലും മതി. അങ്ങനെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ലൂസാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒന്നും പറയാനും കാണിക്കാനൊന്നുമില്ല. പിന്നെ ചോക്ലേറ്റിൽ നല്ലോണം ഗ്ലേസിങ് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ല ഈ ഒരു സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം എന്തായാലും അത് ചേർക്കുന്നില്ല. കാര്യം ഇതിൻ്റെ മേലിലായിട്ട് ഡെക്കറേഷൻസ് എല്ലാം വരുന്നതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ കസ്റ്റേർഡിൻ്റെ ആ ഒരു മിക്സിങ് ഇല്ലേ, ആ നമ്മൾ നേരത്തെ റെഡിയാക്കി ഫസ്റ്റ് ലെയർ മിക്സിങ് അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനെ 1 മണിക്കൂർ അങ്ങനെ ഫ്രിഡ്ജിൽ തണുപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ മിക്സിങ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ തണുപ്പിക്കാൻ വെക്കണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇതാ ബിസ്ക്കറ്റ് ഒന്ന് പൗഡറാക്കി എടുത്തതാണ്. അതും പിന്നെ കുറച്ച് നട്ട്സ് എല്ലാം ഒന്ന് ഡെക്കറേഷൻസിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിത് നല്ലോണം തണുപ്പിച്ചിട്ട് ഏകദേശം 5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനെ സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താലും മതി. നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ്. അത് പുഡിങ് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ, നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാനുള്ള ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്. ആ കസ്റ്റേർഡിൻ്റെ ആ ഒരു ടേസ്റ്റും ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറും ചോക്ലേറ്റും എല്ലാം ആയിട്ട് റിച്ച് ആൻഡ് ക്രീമി എന്നെല്ലാം പറയുന്നില്ലേ, അങ്ങനെയാണ് അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഈദിന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക. ID ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം. താങ്ക് യു. ബൈ.